എന്താ നിങ്ങൾക്ക് വേണ്ടത്? അത് തന്നെയാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. എന്താ നിനക്ക് വേണ്ടത്? മനസ്സിലായില്ല. മനസ്സിലാവുന്ന ഭാഷ പറയടാ. കണ്ണനെ മാത്രമല്ല, കണ്ണന്റെ സർവ്വ സ്വത്തും മഹാലക്ഷ്മിക്കും കൂടെ അവകാശപ്പെട്ടതാ. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഒരു ഫയൽ നീങ്ങണമെങ്കിൽ അതിൽ മഹാലക്ഷ്മിയും സൈൻ ചെയ്യണം. കമ്പനിയിൽ ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെങ്കിൽ പോലും മഹാലക്ഷ്മിയുടെ അനുവാദം വേണം. അങ്ങനെയുള്ളപ്പോ അയാൾക്കും കൂടി അവകാശപ്പെട്ട കമ്പനിയിൽ എന്ത് അധികാരത്തിന്റെ പുറത്താ നീ ഇടിച്ചു കയറി ചെന്നത്? എന്റെ കണ്ണേട്ടൻ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടെ ചെല്ലും. അങ്ങനെങ്കിൽ ഞാനൊരു വക്കീലാടാ. അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിടും. ഇനി നീ ആ കമ്പനിയിൽ കാല് കൊത്തിയ നിന്നെ കാണാൻ പോലീസ് വരും, അല്ലെങ്കിൽ ഞാനും മാർക്കോയും വരും. എന്താ താൻ എന്നെ പേടിപ്പെടുത്തുവാണോ? അല്ലടാ, നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ. മര്യാദക്ക് നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചോളണം. നിനക്ക് ജോലിയും കൂലിയും ഇല്ലെങ്കിൽ അതിനുവേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കണം, കഷ്ടപ്പെടണം. അല്ലാതെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട മുതല് വെട്ടിപ്പിടിക്കാന്ന് നീ കരുതണ്ടടാ. എന്റെ ഏട്ടന്റെ ഞങ്ങളുടെ അധ്വാന ഇന്നലെ കയറി വന്ന് ഒരുത്തി കൈക്കലാക്കിയത്. കണ്ണേട്ടനെ ജീവനോടെ കത്തിച്ച അവളോട് നിങ്ങൾക്ക് ഒരു ദേഷ്യമില്ല. അവര് കണ്ണേട്ടന്റെ മുതൽ അനുഭവിക്കുന്നതില് നിങ്ങൾക്ക് ഒരു സങ്കടവുമില്ല. ഏട്ടന്റെ കമ്പനിയില് അനിയൻ ജോലി ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതേടാ, അതെനിക്ക് പ്രശ്നം തന്നെ. അങ്ങനെ പ്രശ്നമാവാൻ എന്താ കാരണം? ഞങ്ങളൊക്കെ സംശയിക്കുന്ന പോലെ ആ കുഞ്ഞ് നിങ്ങളുടെ ആണോ? മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നൊക്കെ നീ എന്നെങ്കിലും ഒരു ദിവസം അറിയോടാ. അന്ന് നിന്റെ ഈ സംസാരത്തിന് മുതലും പലിശയും സഹിതം ആയിരിക്കില്ല നിനക്ക് ഞാൻ തിരിച്ചു തരാൻ പോകുന്നത്. നീ കരുതിയിരുന്നോ? അവൻ സംസാരം തുടങ്ങിയപ്പോഴേ ഉണ്ണിയേട്ടന് കട്ട് ചെയ്തൂടായിരുന്നോ? നാണമില്ലാത്തവൻ, സ്വന്തം സുഹൃത്തിനെ ചതിച്ചവനാ. താൻ പറയേണ്ടത് തന്നെയാ അനന്ത് പറഞ്ഞത്. ഇത്രയും പറഞ്ഞാ പോരായിരുന്നു. അവൻ എന്റെ ക്യാബിനിൽ വന്നിരുന്നിട്ട് എന്നെ ശ്വാസം മുട്ടിക്കാൻ പാടില്ല. എനിക്കത്രേ ഉള്ളൂ. രണ്ടാളോടും ഞാനൊരു കാര്യം പറയാം. വളരെ വിശ്വസ്തരായ ആൾക്കാരെ മാത്രമേ ഇനി കമ്പനിയിൽ വെക്കാൻ പാടുള്ളൂ. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരുത്തൻ വന്ന് കാണിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഫൈനാൻസിയേഴ്സിൽ എന്നോട് ഇയാളോട് കൂറുള്ളവർ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പേടിക്കാനൊന്നുമില്ല. സൈറ്റിലും ഇനി അമ്പത്തൊന്നും പറ്റില്ല. എല്ലാം ഇയാളും മഞ്ജുവും കൂടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. മേഘനേക്കാളും കരുണേക്കാളും എനിക്ക് വെറുപ്പ് അവനോടാ കണ്ണേട്ടാ, ആ ഉണ്ണിയോട്. കുട്ടിക്കാലത്ത് അവനെ കൈപിടിച്ച് നടത്തിയതല്ലേ കണ്ണേട്ടൻ? കൈപിടിച്ച് നടത്തിയത് മാത്രമല്ല, പഠിക്കാൻ ഏറെ പിന്നിലായിരുന്ന ഇവന്റെ അനിയന് ഇവനൊരു അധ്യാപകൻ കൂടിയായിരുന്നു. അവനെ പഠിപ്പിച്ചതും എഞ്ചിനീയർ ആക്കിയതും ഒക്കെ ഇവന്റെ മിടുക്ക. പഠിച്ചിട്ടിറങ്ങിയപ്പോ തന്നെ നല്ല സാലറിയിൽ ജോലിയും കൊടുത്തു. അങ്ങനെയുള്ളവൻ ആഗ്രഹിക്കുന്നത് സ്വന്തം ഏട്ടന്റെ തകർച്ചയാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. മിക്ക വീട്ടിലും കാണും ഇതുപോലൊരു ഏട്ടനും അനിയനും. ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ സ്വത്തിനു വേണ്ടി തമ്മി തല്ലുന്നു. പിന്നെ രണ്ടാനമ്മയുടെ മോൻ കൂടെ പിറക്കാത്ത ഏട്ടന്റെ മരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല.